സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മുഹൂർത്തത്തിന് സമയമായി, അങ്ങോട്ട് വരാം. എന്താ അച്ഛാ? മോളെ പോലെ മറ്റൊരു മോളുടെ കല്യാണം ഒന്നനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു, ഞാൻ അനുഗ്രഹിച്ചു. ദേവി അങ്ങനെ തോന്നിപ്പിച്ചായിരുന്നു. വധുവും വരനും പരസ്പരം പൂമാല അണിയിക്കുക, അതെടുത്തു കൊടുക്കൂ. അച്ഛാ, ആ കല്യാണം എനിക്കൊന്ന് കാണണമെന്ന് തോന്നുന്നു. നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. അനുമോളുടെ ആഗ്രഹമല്ലേ ഏട്ടാ, ഒന്ന് കണ്ടിട്ട് പോയേക്കാം. ശരി. ആനന്ദ്, ഹലോ. അല്ല നന്ദ, നിങ്ങളിതെവിടെയാ? മുഹൂർത്തത്തിന് സമയമായി, ഇതുവരെ തൊഴുതിറങ്ങിയില്ലേ? ഹലോ ഹലോ ആനന്ദേ, ഒന്നും കേൾക്കുന്നില്ല. ഇവിടെ ഒരു കല്യാണത്തിന്റെ നാദസ്വരമേളം. ഹലോ നന്ദ, എന്താ ആകെ അവിടെ ഒച്ചപ്പാടും ബഹളവും? ക്ലിയർ ആവുന്നില്ല. ഹലോ, മുഹൂർത്തമായി, അവനോടൊന്ന് വേഗം വരാൻ പറ. ഹലോ നന്ദ. അച്ഛാ, ഫോൺ ഇങ്ങോട്ട് താ. ഹലോ അങ്കിൾ. മോളെ, മുഹൂർത്തത്തിന് സമയമാവുന്നു, ഇതുവരെ അമ്പലത്തിൽ തിരിച്ചില്ലേ? ഉടൻ തിരിക്കും അങ്കിൾ. അവരുടനെ തിരിക്കും. മോളെ, ഇനി കല്യാണം കാണാൻ നേരമില്ല. ഇപ്പൊ തന്നെ സമയം വൈകി പോയി. നമുക്ക് പോവാം. വാ. മോളെ, സമയം വൈകി പോവാം. വാ മോളെ, വാ. ഹലോ, അർജുൻ എവിടെയാ?
പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞു. ഓ ഇതാ. ഹലോ അമ്മേ. എടാ മോനെ, നീ ഇത് എവിടെയാ? ഞാൻ ഉടൻ വരുമെന്ന് പറഞ്ഞു പോയിട്ട് ഇത് എവിടെയാ? എന്താ ഈ പ്രദക്ഷിണം വെച്ചെന്നൊക്കെ പറഞ്ഞ്? അത് ഞാൻ കോടതിയില്ല. ഒരു കേസ് ആകെ ചുറ്റിച്ചു. അതാ പ്രദക്ഷിണം എന്നൊക്കെ ഇവൻ പറഞ്ഞത്. മോനെ, ഇന്ന് എൻഗേജ്മെന്റ് ദിവസം അല്ലേടാ, അതിനിടയിൽ കോടതി പോവാന്ന് വെച്ചാ? ഒരു പ്രധാനപ്പെട്ട കേസാണമ്മേ. എന്റെ ലൈഫിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കേസ്. അതൊന്ന് ക്ലിയർ ആയി കിട്ടി. ഇപ്പൊ സമാധാനമായി. ഓക്കെ, അതൊരു ശുഭലക്ഷണം തന്നെയാ. വിവാഹ നിശ്ചയ ദിവസം തന്നെ ഒരു നേട്ടം ഉണ്ടാവാന്ന് പറഞ്ഞ. അതെ അമ്മേ, ഒരു വലിയ അച്ചീവ്മെന്റാ. സത്യത്തിൽ അതൊരു തലവേദനയായിരുന്നു. ഇപ്പൊ അത് ക്ലിയറായി. ആ കേസ് കേട്ട് അടച്ചു. വൈകാതെ അവിടെ എത്താം. മോനെ, വേഗം വാ. അമ്മേ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ആനന്ദേട്ടാ, ഈ നല്ല ദിവസം തന്നെ അർജുൻ ഒരു വലിയ കേസ് ജയിച്ചിരിക്കുന്നു. അവൻ ഉടനെ എത്തുമെന്ന്. അയ്യോ അച്ഛാ, എന്റെ ഫോണ് അമ്പലത്തിൽ വെച്ച് മറന്നു. ഞാനൊന്ന് എടുത്തിട്ട് വരാം. എടുത്തോണ്ട് വാ. പെട്ടെന്ന് പോയിട്ട് വാ, സമയം തേട്ടാ. നേരെ ഒരുപാടായി. ഇവളുടെ ഒരു കാര്യം. ബ്യൂട്ടിഫുൾ കപ്പിൾ. സാറേ, ഫുൾ ഫ്രെയിം എടുക്കട്ടെ? എങ്ങനെയാന്ന് വെച്ചെടുത്തിട്ട് പോടും. മൂവ്. ഇവിടെ എവിടെ പോയി കിടക്കുന്നു? നേരെ ഒരുപാടായി. ഒരൊറ്റ ഓടും. ഇതെന്ത് മനുഷ്യനാപ്പാ ഇത്? അമ്പലം ഫുൾ എടുക്കാം. യോ, അയ്യോ, ഇവിടെ ചില പ്രശ്നങ്ങള്. പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നം? അത് ഈ അമ്പലത്തിന്റെ അവകാശത്തെ സംബന്ധിച്ചൊരു തർക്കം. അർജുൻ സാറിനെ കമ്മീഷനാക്കി വെച്ചിരിക്കുക. അപ്പോ അതിന്റെ കുറച്ച് ഫോട്ടോ എടുക്കണം. കമ്മീഷൻ എന്ന് വെച്ചാ നല്ല കാശ് കിട്ടുന്നതാണോ? പിന്നെ എത്ര രൂപ കിട്ടും? എനിക്ക് എങ്ങനെ പോയാലും 5 ലക്ഷം രൂപ കിട്ടും. അർജുൻ സാറിന്റെ കാര്യം ഇപ്പൊ പറയാൻ പറ്റത്തില്ല. അതൊക്കെ ചോദിക്കാൻ സമയം കിടക്കുകയല്ലേ. അല്ല, എന്റെ ഫോൺ ഇവിടെ വെച്ച് മറന്നു. ഇന്ന് എൻഗേജ്മെന്റ് അല്ലേ, തൊഴാൻ വന്നത്. അല്ല, താൻ എൻഗേജ്മെന്റിന് വരുന്നില്ലേ? വരുന്നുണ്ട്, വരും, വന്നിരിക്കും. എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. സാറേ, അതെ, പ്രദക്ഷിണം കഴിഞ്ഞ് ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി നേരെ രജിസ്റ്റർ ഹൗസിലേക്ക്. സാറേ, അങ്ങോട്ട് പോരൂ സാർ. ഒരു മിനിറ്റ്. എന്താണോ സാറ് നോക്കേ, താൻ കാര്യം പറയൂ. വാ സാറേ, വാ സാറേ. താൻ കാര്യം എന്താന്ന് പറ. പറയാ സാറേ. എന്ത്? സാർ ഞെട്ടരുത്. ദേ, എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ എന്തോ മനസ്സിലാക്കിയിട്ടുള്ള വരവാണെന്ന്. ഫോൺ വെച്ച് മറന്നു എന്നൊക്കെയാ പറഞ്ഞത്. അത്രേ ഉള്ളൂ. ഇതിനാണോ താൻ ഇവിടെ കിടന്ന് ഉരുണ്ട് കളിച്ചത്? ഇപ്പൊ ഇവിടെ വെച്ച് തന്നെ എല്ലാം തിരിച്ചറിഞ്ഞാൽ അത്രയും തലവേദന കുറഞ്ഞു. അപ്പൊ ഫോൺ മറന്നത് തന്നെ. രസീത് ആ, ഇത് കൊണ്ട് ഓഫീസിൽ കൊടുത്ത സർട്ടിഫിക്കറ്റ് കിട്ടും. ആ ശരി, ചെന്ന് വാങ്ങണോ? ഓ, അവൾ ഈ കല്യാണം നേരിട്ട് കാണേണ്ടതായിരുന്നു. അതിനുള്ള അവസരം അവള് തന്നെ മിസ്സാക്കി. എല്ലാ ഒരുക്കങ്ങളും നോക്കിക്കോണം. ഒരു സെക്കൻഡ്, എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണേ. ഇതൊരു ഫംഗ്ഷൻ നടക്കാൻ പോകുന്ന വീടാണോ? അതിങ്ങനെ ഡള്ളായിരുന്നാ പറ്റത്തില്ല. ശരിയാ. ഈ വധൂവരന്മാർ എത്തുന്നത് വരെ നമ്മക്കൊന്ന് ഉഷാറാക്കണം. വേണ്ടേ അച്ഛൻ? ഇങ്ങി വന്നേ. അതെ,
എല്ലാം ഡാൻസും പാട്ടും കലാപരിപാടികളും എല്ലാം വേണം. ആ ആദ്യമായിട്ട് നമുക്കൊരു ഡാൻസ് തന്നെ തുടങ്ങിയാലോ? ആദ്യം എന്റെ മിമിക്രി മതി. ഓ, ഞാൻ നന്നായിട്ട് മിമിക്രി ചെയ്യും. അത് വേണ്ട. ആദ്യത്തെ പെർഫോമറെ ഞാൻ തന്നെ ക്ഷണിച്ചോളാം കേട്ടാ. ശരി സാറേ, ഞാൻ മാറിത്തരാം. നല്ല കാര്യമുണ്ട്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന, പാട്ട് പാടുന്ന, വീണ വായിക്കുന്ന, കോളേജ് കലാപരിപാടികളിലൊക്കെ ഇഷ്ടം പോലെ പ്രൈസ് വാങ്ങിയിട്ടുള്ള ശ്രീമതി മാധുരി സായി മോള് പാടും. എന്റെ പൊന്നു മോനല്ലേ സായു. അതെ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാൻ ഞാൻ പാടാം. വേണ്ട, അവതാരകനെ ഞാൻ തന്നെ തുടങ്ങിക്കോ. എല്ലാവരും റെഡി ആയിക്കും. ഓക്കെ. സോങ് കണ്ടോ ഇവിടെ ഇന്ന് കുരുവികൾക്ക് മംഗളം, കൂടെ കളി പറഞ്ഞു സൊറ പറഞ്ഞു ഞങ്ങളും. കണ്ടോ ഇവിടെ ഇന്ന് കുരുവികൾക്ക് മംഗളം, കൂടെ കളി പറഞ്ഞു സൊറ പറഞ്ഞു ഞങ്ങളും. കുളിരും മധുവിധുവിൽ കള്ളനോട്ടമൊന്നറിഞ്ഞ് ചെക്കനങ്ങനെ നോക്കി നിന്നതും പെണ്ണിനുള്ളിൽ തന്നെ തിന്നത്തും. വയ്യാരോ വയ്യാരോ പിന്നെ കാട്ടടോ, മക്കാറും ബുക്കാറും നാളെ കാട്ടടോ. നല്ലേ അല്ലേ അല്ലേ ഒത്തുകൂടലേ. സാർ, നിങ്ങളിവിടെ വെയിറ്റ് ചെയ്താൽ മതി. ആദ്യം ഞാൻ പോയി എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. ശരി. എടുത്തോട്ടെ. സർ, നമ്മളിനി എങ്ങോട്ടാ പോകുന്നത്? അത് പോകുമ്പോ മനസ്സിലാവും. സർ, വീട്ടിൽ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യങ്ങളേ അല്ല. 1 വർഷം ഭാര്യയായിട്ട് അഭിനയിക്കുക, അത് മാത്രമേ കരാറിലുള്ളൂ. അതങ്ങ് കൃത്യമായി ചെയ്താൽ മതി. പൂജ, നീ ആലോചിക്ക്. രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ടില്ല, സമയമുണ്ട്. പേരെന്താന്നാ പറഞ്ഞേ? ജീന. ജീന, ഒരു കാര്യം, നിങ്ങൾ തിക് ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കാം, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നവരും ആയിരിക്കാം. ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഇനി 1 വർഷത്തേക്ക് പൂജയെ കാണാൻ ശ്രമിക്കരുത്. ഇപ്പോ ഈ രജിസ്റ്റർ ഓഫീസിൽ സാക്ഷിയായി ഒപ്പിട്ട് കഴിഞ്ഞാൽ തനിക്ക് പോവാം. അല്ല സർ, കൂടുതലൊന്നും പറയണ്ട, ഇങ്ങോട്ടൊന്നും ചോദിക്കുകയും വേണ്ട. നിന്റെ ഡ്രസ്സൊക്കെ എന്റെ വീട്ടിലല്ലേ? അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഇയാൾ പോയി എടുത്തോണ്ട് വരും. ഓ, ഞാൻ പോവാം സാറേ. വരണ്ട സാർ, വരൂ. എന്താ ഇവിടെ? ഇരിക്കും. വീഡിയോ എടുക്ക. ഓ, അർജുൻ, പൂജ. അതെ, വിവാഹം ഇതുപോലെ ലളിതമായി നടത്തുന്നതാണ് നല്ലത്. വീട്ടുകാരുടെ സമ്മതമില്ലെന്ന് തോന്നുന്നു. അതുകൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ഒപ്പിടാം. ഒപ്പിട്ടോളൂ. കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഈ മുഖം നല്ല ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ട്.
ഇവിടെ വെച്ചാ കുട്ടി? കുട്ടി ഇവിടെ മുമ്പ് എന്തെങ്കിലും കാര്യത്തിന് വന്നിട്ടുണ്ടോ? എവിടെ വെച്ചാണ്? അത് സർ, ഒത്തിരി പേരെ കാണുന്നല്ലേ സർ, ആള് മാറിയതായിരിക്കും. നമുക്ക് ഒപ്പിടാം. ഓക്കെ ഓക്കെ, ചിലപ്പോ തോന്നിയതായിരിക്കും. ഒപ്പിട്ടോളൂ. ഇനി സാക്ഷികൾ ഒപ്പിടും. ജീവിത അവസാനം വരെ വളരെ സന്തോഷത്തോടെ ഈ ബന്ധം നിലനിർത്തുക. സാറും മാഡവും ഈച്ചയും ചക്കരയും പോലെയാ. എന്നാ പോവാം. എവിടെ വെച്ചായിരിക്കും? ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിന്മയിൽ മിന്നാണേ. താരമ്മൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ഢോലുണ്ട്, ചുണ്ടോരം ശീലുണ്ട്, കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേരാക്കാനും നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ടൻ കുട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ജില്ലാല. കണ്ണിൻ ഉള്ളും കൊണ്ടൻ ഉള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ പണ്ട് കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ, പടിയോരം വെള്ളിപ്പല്ലക്കെത്തി തിന്നാണേ. വീട്ടാരും കൂട്ടുണ്ട്, നാട്ടാരും കൂടെയുണ്ട്, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ടേ. ആശപ്പും കൊട്ടാരം വിണ്ണോരം മുട്ടിയിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വട്ടപ്പൊട്ടും കുത്ത് പിന്നു കെട്ടിക്കൊണ്ടേ പോകാം ചില്ലം ചില്ലാ. കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ഡോലുണ്ട്, ചുണ്ടോരം ശീലുണ്ട്, രണ്ടാളും കൂടുമ്പോ കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേരാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ടയും പൊട്ടി കാത്തിരിക്കും നേരം വന്നേ ജില്ലം ജില്ലാല. ഇറങ്ങും.
അർജുൻ സാറിന്റെ വീടാണല്ലോ. അനു, അർജുൻ, അനു. എന്താടാ ഇത്? എന്താന്ന്? ആരാ ഇത്? പറയാം. ഇത് പൂജ. പൂജ ഏതാണ്ട് എല്ലാവർക്കും അറിയാലോ. ഇന്ന് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. മംഗലേശ്വരി ക്ഷേത്രത്തിൽ വെച്ച്. കല്യാണം കഴിഞ്ഞ വിവരം എല്ലാവരെയും ഒഫീഷ്യലായിട്ട് അറിയിക്കാനും എനിക്കിനി വേറെ വിവാഹമൊന്നും ആലോചിക്കേണ്ടെന്ന് അറിയിക്കാനുമാ കല്യാണ വേഷത്തിൽ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇല്ല, നീ വെറുതെ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി നാടകം കളിക്കല്ലേ? അല്ലേ കുട്ടി? എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നവനാ ഞാൻ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എനിക്ക് പൂജ ഇഷ്ടമായി, പൂജയ്ക്ക് എന്നെ. വിവാഹത്തിന് ഇന്ന് നല്ല ദിവസമാണെന്ന് അറിഞ്ഞു, വിവാഹവും നടത്തി. ദാറ്റ്സ് ഓൾ.